ഒരു ബയോളജി ക്ലാസ്സിൽ പ്യൂപ്പ വിരിഞ്ഞ് ചിത്രശലഭം പുറത്തു വരുന്നത് എങ്ങനെയെന്ന് ടീച്ചർ പഠിപ്പിക്കുകയാണ്. പ്യൂപ്പയിലുള്ള പുഴു തന്നെ മൂടിയ ആവരണം പൊട്ടിച്ച് പുറത്തു വരാനുള്ള ശ്രമം നടത്തുന്നത് ടീച്ചർ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് പ്യൂൺ വന്ന് ടീച്ചറെ ഓഫീസിലേക്ക് വിളിക്കുന്നു എന്ന് പറഞ്ഞത്. ടീച്ചർ പോയ തക്കത്തിന് പ്യൂപ്പയിൽ നിന്ന് പുറത്തു വരാൻ കഠിന ശ്രമം നടത്തുന്ന ശലഭത്തെ കണ്ട് സഹതാപം തോന്നിയ ഒരു കുട്ടി പ്യൂപ്പ സാവധാനം പൊട്ടിച്ച് അതിനെ സഹായിക്കുന്നു. ടീച്ചർ തിരികെ വന്നപ്പോൾ കാണുന്നത് തറയിൽ ചിറകിട്ടടിക്കുന്ന ശലഭത്തെയാണ്. അല്പനേരം ചിറകിട്ടടിച്ച് ശലഭം ചത്തുപോയി. കാര്യം മനസ്സിലാക്കിയ ടീച്ചർ ജീവികളുടെ അതിജീവനത്തിന്റെ രഹസ്യം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. പ്യൂപ്പയിൽ നിന്ന് പുറത്തു വരാനായി നടത്തുന്ന കഠിന ശ്രമങ്ങളാണ് ഒരു ശലഭത്തെ ആരോഗ്യത്തോടെ നിലനിർത്തുന്നത്. പാറിപ്പറന്ന് നടക്കാനുള്ള കരുത്ത് അതിന് കിട്ടുന്നത് ഈ പരാക്രമത്തിലൂടെ തന്നെയാണ്. എന്നാൽ തനിയെ പുറത്തു വരുന്നതിനു പകരം മറ്റൊരാളുടെ സഹായത്തോടെ പുറത്തു വന്നപ്പോൾ ആ ശക്തി നഷ്ടപ്പെടുകയും അതിന്റെ ജീവൻ തന്നെ ഇല്ലാതാവുകയും ചെയ്തു. പ്രകൃതി ജീവികൾക്ക് നൽകുന്ന ഒരു അതിജീവന മന്ത്രമുണ്ട്. വിത്തുകൾ മണ്ണിൽ നിന്ന് താനെ മുളപൊട്ടുകയാണ് ചെയ്യുന്നത്. മുട്ടയിൽ നിന്ന് വിരിയുന്ന പക്ഷികളെ ആരും പറക്കാൻ പഠിപ്പിക്കുന്നില്ല. എന്നാൽ ജീവികളിൽ വിശേഷ ബുദ്ധിയുണ്ടെന്ന് അഭിമാനിക്കുന്ന നാം മനുഷ്യരോ തൊട്ടിലിലേ തുടങ്ങുന്നു ഈ അമിത ആശങ്കയും വേവലാതിയും. വളരുമ്പോൾ ആവശ്യത്തിനും അനാവശ്യത്തിനും ഈ അമിത സഹായവും സംരക്ഷണവും നിർലോഭം മക്കൾക്ക് വാരിക്കൊടുക്കുന്നു നാം മാതാപിതാക്കൾ. അതോടെ തന്നെ അതിജീവനത്തിനുള്ള ആന്തരിക ശക്തി അവർക്കില്ലാതാവുന്നു. അമിത സ്നേഹവും സംരക്ഷണവും നൽകി നാം മക്കളെ വളർത്തുമ്പോൾ ഒരു കാര്യം നാം പലപ്പോഴും മറക്കുന്നു. സ്നേഹവും സംരക്ഷണവും അതിര് കടന്നാൽ അതവരുടെ ഇമ്മ്യൂണിറ്റിയെയാണ് ബാധിക്കുന്നത്. അതവരിലെ അതിജീവനത്തിന്റെ ശക്തിയാണ് ഇല്ലാതാക്കുന്നത്. വളർന്നു വരുമ്പോൾ സ്വയം തീരുമാനമെടുക്കുവാൻ കുട്ടികൾ കഴിവില്ലാത്തവരാവുന്നു. ചെറിയ പ്രശ്നങ്ങൾ പോലും അവരെ ഭയപ്പെടുത്തുന്നു. ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങൾ ഒറ്റക്ക് തരണം ചെയ്യാൻ അവർക്ക് പ്രാപ്തിയില്ലാതാവുന്നു. നമ്മൾ എല്ലാ കാര്യങ്ങളും നൽകി അവരെ സംരക്ഷിക്കുമ്പോൾ അവർക്ക് ഒന്നും നേരിടാനോ നേടാനോ കഴിയാതെ വരുന്നു. ജീവിതം എന്നത് ഒരു വലിയ സ്കൂളാണ്. അതിലെ ഏറ്റവും വലിയ പാഠം പ്രശ്നങ്ങളെ എങ്ങനെ നേരിടാം എന്നുള്ളതാണ്. മക്കൾക്ക് പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നേരിടാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അതിലൂടെ അവർ അതൊക്കെ പഠിക്കാനും അതിനെയെല്ലാം എങ്ങനെ ഫേസ് ചെയ്യാമെന്ന് മനസ്സിലാക്കാനുമുള്ള ശക്തിയാണ് നാം അവർക്ക് നൽകുന്നത്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെ, ബുദ്ധിമുട്ടുകളും തെറ്റുകുറ്റങ്ങളും ഇല്ലാതെ, യാതൊരു കഷ്ടപ്പാടുകളും ഇല്ലാതെ എങ്ങനെ ഒരു കുട്ടി അനുഭവങ്ങൾ പഠിക്കും? ഇതിലൂടെയൊക്കെയാണ് കുട്ടികൾ അനുഭവങ്ങൾ എന്താണെന്ന് പഠിക്കുന്നത്. അനുഭവങ്ങളില്ലാഞ്ഞാൽ അവർക്ക് എങ്ങനെ ആത്മവിശ്വാസമുണ്ടാവും? അമിതമായി സ്നേഹിക്കുന്ന മാതാപിതാക്കൾ മക്കളെ സ്നേഹത്തിന്റെ തടവറയിൽ വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു കിളിയെ കൂട്ടിലിട്ട് ദിവസവും അതിന് പാലും പഴവും എല്ലാം നൽകുന്നു. കൂടാണെങ്കിലോ സ്വർണത്തിന്റേതും. അതുകൊണ്ടൊന്നും ആ കിളി ഒരിക്കലും സന്തോഷിക്കില്ല. തരം കിട്ടിയാൽ നമ്മെ കണ്ണുവെട്ടിച്ച് അത് എങ്ങനെയെങ്കിലും കൂട്ടിൽ നിന്ന് പുറത്തു ചാടാൻ നോക്കും. പക്ഷിക്ക് ചിറകുകളുണ്ടെങ്കിലും അത് പറക്കാൻ പഠിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് മക്കളുടെ കാര്യവും. അവരെ സ്നേഹമെന്ന തടവറയിൽ തളച്ചിടാതെ അവസരങ്ങളാകുന്ന പരീക്ഷണങ്ങളിലേക്ക് ഇറക്കി വിടുക. അവർക്ക് പറക്കാനുള്ള കഴിവുകൾ നൽകുക. റോഡരികിൽ സ്ഥിരമായി കാണുന്ന ഒരു കാഴ്ചയുണ്ട്. മരത്തിന്റെ ഇത്തിരി തണലിൽ കെട്ടിയ തൊട്ടിലിൽ ഒരു കുഞ്ഞ്. വെയിലായാലും മഴയായാലും ആ തൊട്ടിലിന് സ്ഥാനമാറ്റമില്ല. തൊട്ടപ്പുറത്ത് അമ്മി കൊത്തുന്ന മറുനാടൻ കുടുംബം. അതിൽ 5 വയസ്സുകാരൻ മുതൽ 80 പിന്നിട്ടവർ വരെയുണ്ടാവും. അവർക്കോ അവരുടെ മക്കൾക്കോ ഒരു ജലദോഷപ്പനി പോലും വന്നു കാണാറില്ല. പ്രകൃതിയുമായി സഹവസിച്ചു കിട്ടിയ ഇമ്മ്യൂണിറ്റിയാണ് അവരുടെ ആകെയുള്ള കൈമുതൽ. അതുകൊണ്ടാണ് നമ്മുടെ മക്കളെ പോലെ വെയിലത്ത് വാടാതെയും മഴയിൽ കുതിരാതെയും മഞ്ഞിൽ കൂമ്പാതെയും അവരുടെ മക്കൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. കുട്ടികൾ ചെറുപ്പം മുതലേ ജീവിതത്തിന്റെ വിയർപ്പും കണ്ണീരും കണ്ടു വളരണം. പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ട് ജീവിക്കണം. അപ്പോഴേ
അതിജീവനത്തിന്റെ അഗ്നി അവരിലുണ്ടാവും. ഒരു പ്രോബ്ലം എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് അവർ പഠിക്കുകയുള്ളൂ. അപ്പോൾ മാത്രമേ പ്രകൃതി നൽകുന്ന ഇമ്മ്യൂണിറ്റി അവരിൽ പ്രവർത്തിക്കുകയുള്ളൂ. അമിത വാത്സല്യവും സംരക്ഷണവും മക്കളെ അലസന്മാരും മടിയന്മാരുമാക്കുന്നു. ഇതവരെ സ്വന്തമായി ഒരു കാര്യവും ചെയ്യാൻ ശേഷിയില്ലാത്തവരാക്കി വളർത്തുന്നു. അവരുടെ ഭാവി ജീവിതം തന്നെയാണ് ഇതുമൂലം തകരുന്നത്. ഒടുവിൽ ഒന്നിനും കൊള്ളാത്തവരായി അവർ ജീവിതത്തിന്റെ പുറമ്പോക്കിൽ വന്നടിയുന്നു. അങ്ങനെ നാടിനും വീടിനും അവർ ഒരു ശാപമായി മാറുന്നു. മക്കളെ സ്നേഹിക്കണമെന്നത് ശരിയാണ്. നാമല്ലാതെ നമ്മുടെ മക്കളെ ആര് സ്നേഹിക്കും? പക്ഷേ അത് അമിതമാവരുത്. അമിതമായി അവരെ സ്നേഹിക്കുമ്പോൾ അവർക്ക് ജീവിതത്തെ നേരിടാൻ കഴിയാതെ വരും. അമിത വാത്സല്യം കുട്ടികളെ സ്വതന്ത്ര തീരുമാനങ്ങൾ എടുക്കുവാൻ ബുദ്ധിമുട്ടിലാക്കുന്നു. നിസ്സാര പ്രശ്നങ്ങൾ പോലും നേരിടാൻ കഴിയാതെ അവർ ജീവിതത്തിനു മുമ്പിൽ പകച്ചു നിൽക്കുന്നു. എല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ സ്വന്തം ജീവിതത്തെ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് അവർ മാറുന്നു. ചോദിക്കുന്നതെല്ലാം നിമിഷ നേരം കൊണ്ട് പൂർത്തീകരിക്കപ്പെടുമ്പോൾ ചില സാഹചര്യങ്ങളിൽ മാതാപിതാക്കൾക്ക് അതിന് കഴിയാതെ വരും. ഇത് കിട്ടാഞ്ഞാൽ കുട്ടികളുടെ സ്വഭാവം മാറും. അതവരെ നിരാശയിലേക്ക് കൊണ്ടുപോകും. അത് പിന്നെ കോപത്തിലേക്കും ആങ്സൈറ്റിയിലേക്കും ഒടുവിൽ ഡിപ്രഷനിലേക്കും നയിക്കുന്നു. ഇനി ഇത്തരം കുട്ടികളിൽ കണ്ടുവരുന്ന മറ്റൊരു സ്വഭാവമുണ്ട്. എന്ത് തെറ്റ് ചെയ്താലും അവർക്ക് അതിനൊരു ന്യായീകരണം ഉണ്ടാവും. അച്ഛനും അമ്മയും ഉണ്ടല്ലോ, അതവർ നോക്കിക്കൊള്ളും എന്ന ധാരണയുണ്ടാവും. അങ്ങനെ ആ തെറ്റിന്റെ ഉത്തരവാദിത്വം മുഴുവനും പാരന്റ്സിന്റെ തലയിലേക്ക് എത്തും. അമിത ലാളന ഏറ്റു വളർന്ന മക്കളിൽ ആത്മവിശ്വാസം തീരെ കുറവായിരിക്കും. അവർ ജീവിതത്തിലെ വെല്ലുവിളികളെ കഴിയുന്നത്ര ഒഴിവാക്കാൻ ശ്രമിക്കും. റിസ്കുകൾ ഏറ്റെടുക്കുവാനുള്ള ധൈര്യം ഉണ്ടാവില്ല. എന്തിനും ഉള്ളിലൊരു ഭയമായിരിക്കും അവർക്ക്. മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ശീലമുള്ളത് കൊണ്ട് ചെറിയൊരു സ്ട്രെസ് പോലും അവർക്ക് താങ്ങാൻ കഴിയില്ല. ഇനി ചില കുട്ടികളിൽ ഇതെല്ലാം അമിതമായ അഹങ്കാരത്തിലേക്കും നീങ്ങും. ചെറുപ്പം മുതൽ തന്നെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു വളർന്ന കുട്ടികൾക്ക് പരാജയങ്ങളെയും പ്രതിസന്ധികളെയും നേരിടാനും അതിനെ അതിജീവിക്കുവാനുമുള്ള കരുത്തുണ്ടാവും. തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ലല്ലോ. അമിത സ്നേഹം കൊണ്ട് നമുക്ക് മക്കളെ സംരക്ഷിക്കാൻ കഴിയും. പക്ഷെ സ്നേഹവും ശാസനയും എല്ലാം സമതുലിതമാവുമ്പോഴാണ് നമ്മുടെ മക്കൾ ശക്തരായി വളരുക. അപ്പോൾ മാത്രമാണ് ജീവിതത്തിലെ ഏത് സാഹചര്യങ്ങളെയും നേരിടാനും അതിനെ അതിജീവിക്കാനും അവർക്ക് കരുത്തുണ്ടാവുകയുള്ളൂ. ഇന്നത്തെ പല മാതാപിതാക്കളും സ്നേഹത്തിന്റെ പേരിൽ മക്കളോട് ചെയ്യുന്ന വലിയ തെറ്റുകളാണ് അമിതമായ ആശങ്ക, വേവലാതി, സഹായം, സംരക്ഷണം എന്നിവയെല്ലാം. എന്റെ കുട്ടി ഒരിക്കലും കഷ്ടപ്പെടരുത്, അവർക്കൊരു പ്രശ്നവും ഉണ്ടാകരുത് എന്നതാണ് സ്നേഹമുള്ള എല്ലാ മാതാപിതാക്കളുടെയും ചിന്ത. അങ്ങനെ മാത്രമേ മാതാപിതാക്കൾക്ക് ചിന്തിക്കാനും കഴിയുകയുള്ളൂ. എന്നാൽ അതല്ല സത്യം. ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാതെ വളരുന്ന കുട്ടികൾക്ക് ഒരു ചെറിയ പ്രശ്നം പോലും താങ്ങാൻ ശേഷിയുണ്ടാവില്ല. നിസ്സാര പ്രശ്നം മതി അവർ തളർന്നു വീഴാൻ. നമ്മൾ ഒരു ചെടി നടുന്നു, അതിനെ ഒരു ഗ്ലാസ് ബോക്സിൽ സൂക്ഷിച്ചാൽ എന്ത് സംഭവിക്കും? ബോക്സിനുള്ളിൽ കാറ്റും വെളിച്ചവും മഴയും വെയിലും ഒന്നും കൊള്ളാതെ ആ ചെടി വളരുമോ? ചിലപ്പോൾ അത് വളർന്നേക്കാം. പക്ഷേ കാറ്റും മഴയും വെയിലുമെല്ലാം ഒരുപോലെ കിട്ടുന്ന ഒരു ചെടിയെ പോലെ ആവില്ല എന്തായാലും അതിന്റെ വളർച്ച. ഇവയെല്ലാം കിട്ടുന്ന ചെടിയുടെ വേരുകൾക്ക് നല്ല ശക്തി ഉണ്ടാവും. അങ്ങനെ അതിന് നിലനിൽക്കുവാനുള്ള ഉറപ്പും കിട്ടും. എന്നാൽ ബോക്സിൽ വളരുന്ന ചെടിയോ? ഇതുതന്നെയാണ് സ്നേഹവും സംരക്ഷണവും അധികം നൽകി വളർത്തുന്ന മക്കളുടെയും അവസ്ഥ. അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമെല്ലാം മുൻകൂട്ടി തന്നെ നിങ്ങൾ നീക്കിക്കൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ ഓരോ തീരുമാനങ്ങളും അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ നിങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുമ്പോൾ അവർക്കും ബോക്സിലെ ചെടിയെ പോലെ ശക്തി ഉണ്ടാവില്ല. അവർക്ക് ജീവിതത്തെ നേരിടാനുള്ള ഇമ്മ്യൂണിറ്റി നഷ്ടമാവും. അവർക്ക് അവരിൽ തന്നെ വിശ്വാസമോ സെൽഫ് കോൺഫിഡൻസോ ഉണ്ടാവില്ല. കുട്ടികളാവുന്ന ചിത്രശലഭങ്ങൾ അവരുടെ ജീവിതമാവുന്ന പ്യൂപ്പയിൽ നിന്നും
തനിയെ പുറത്തു വരട്ടെ. അതിജീവനത്തിന്റെ ചിറകുകൾ സ്വയം നേടി അവസരങ്ങളുടെ ആകാശത്തിൽ അവർ പാറിപ്പറക്കട്ടെ. അമിത വാത്സല്യത്തിന്റെ ചെങ്ങലകൾ കൊണ്ട് അവരുടെ കാലുകൾ ഒരിക്കലും നിങ്ങൾ കെട്ടിയിടരുത്. മക്കളെ സ്നേഹിക്കുന്നത് ഒരു തെറ്റല്ല. പക്ഷെ അതിന്റെ അളവ് കൂടിപ്പോയാൽ അത് സ്നേഹമല്ല, അതൊരു തടസ്സമായി മാറും. അമിതമായ ആശങ്കയും വേവലാതിയും അമിത സഹായവും സംരക്ഷണവും മക്കളെ ഒരിക്കലും ശക്തരാക്കില്ല, മറിച്ച് അവരെ ദുർബലരാക്കുകയാണ് എന്ന സത്യം ഇനിയെങ്കിലും മാതാപിതാക്കൾ തിരിച്ചറിയുക. ജീവിതത്തിൽ അവർ നേരിടേണ്ട ചെറിയ പ്രശ്നങ്ങളെ പോലും നമ്മൾ എടുത്തു മാറ്റുമ്പോൾ നാളെ അവർ നേരിടേണ്ട വലിയ വലിയ പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ അവർ ഭയപ്പെടുന്നു. അവക്ക് മുമ്പിൽ നമ്മുടെ മക്കൾ തളർന്നു പോകുന്നു. കാരണം മക്കളെ സ്നേഹിക്കുന്ന തിരക്കിൽ ജീവിതത്തെ എങ്ങനെ നേരിടണമെന്ന് നാം അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നാം മക്കൾക്ക് നൽകേണ്ടത് അമിത സംരക്ഷണമല്ല, ആത്മവിശ്വാസവും സ്വാതന്ത്ര്യവും തെറ്റുകളിൽ നിന്ന് സ്വയം പഠിക്കാനുള്ള അവസരങ്ങളുമാണ്. ഇതാണ് യഥാർത്ഥ സ്നേഹമെന്നത്. മക്കളെ എന്നും നാം കൈപിടിച്ച് നടക്കേണ്ടതില്ല. അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവുള്ളവരാക്കി മാറ്റുക, അതിന് പ്രാപ്തിയുള്ള മക്കളാക്കി അവരെ വളർത്തുക. ഇതാണ് മാതാപിതാക്കളുടെ ഏറ്റവും വലിയ വിജയം.